ഇവിടെ ഇപ്പോ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞു പിന്നെ മാനേജ്മെന്റ് ചില തീരുമാനങ്ങൾക്ക് ആവശ്യമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാത്തത് കൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് ടീച്ചറുടെ ഈ അറിവിനെ ഞാൻ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ പറയാം, ടീച്ചർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാവുന്ന. കാരണം ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃശൂർ DCCയുടെ പ്രസിഡന്റായ ശ്രീ ഭാസ്കരൻ നായരാണ്. ദേവസ്വം ബോർഡാണ് ഈ മാനേജ്മെന്റ്. ആ ദേവസ്വം ബോർഡിനെ നിയമിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റാണ്. അപ്പൊ സ്വാഭാവികമായി ആ മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളും ചില കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ശശികല ടീച്ചർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അധ്യാപികയായി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി. ടാക്സിക്കാരിലാണ് യാത്ര പോയത്. അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു, സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് ഇട്ട് തരാം. കേൾപ്പിച്ചു. ഞാനിവരുടെ പ്രസംഗം കേട്ടു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം. ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ്. പക്ഷേ ഒരു മതേതര രാജ്യത്തിൽ ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു. കാരണം ഞാൻ നികേഷിനെ വെല്ലുവിളിക്കുന്നു, ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു, ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു നാടാണ്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതരാഷ്ട്രമായി മാറിയ രാജ്യമാണ് ഈ രാജ്യം. ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ. ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ ശിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപികയല്ല നിങ്ങൾ. അതുകൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഒരു കൂറും വിധേയത്വവും പ്രതിബദ്ധതയും വേണ്ടേ? അല്ലാതെ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഒരു ടീച്ചർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഹൈന്ദവവൽക്കരണം നടത്തുന്നത് മര്യാദയാണോ?